ഹായ് ഫ്രണ്ട്സ്, വാസന്തി സൂപ്പർ വേൾഡിൻ്റെ സ്റ്റിച്ചിങ് ടിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തയ്യൽ പഠിച്ചു വരുന്നവർക്കും അല്ലെങ്കിൽ ആദ്യമായി ക്രോസ് കട്ട് ബ്ലൗസ് തയ്ക്കണം എന്നാഗ്രഹിക്കുന്നവർക്കുമുള്ള നല്ലൊരു ടിപ്പാണിത്. ക്രോസ് കട്ട് ബ്ലൗസ് തയ്ക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്, അതിലൊന്നാണ് ഇത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ ഒരു ബ്ലൗസ് മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ബാക്ക് പാർട്ട് മുറിച്ചു, പിന്നീട് കൈ മുറിച്ച് വെച്ചു. അതിനുശേഷം ഞാൻ ഫ്രണ്ട് പാർട്ട് മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്ലൗസിൻ്റെ ഫ്രണ്ട് പാർട്ട് മുറിക്കുമ്പോഴാണ് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത്. ആദ്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കൈക്ക് മുറിച്ച തുണിയില്ലേ, അതിൻ്റെ നൂലിൻ്റെ ഇഴ എങ്ങനെയാണ് ഉള്ളതെന്ന് നോക്കണം. അപ്പായിട്ടാണോ അതോ ഡൗൺ ആയിട്ടാണോ അതോ നേരെയാണോ എങ്ങനെയാണ് ഉള്ളതെന്ന് നോക്കണം. ഈ കൈക്ക് മുറിച്ച തുണിയുടെ നൂലിഴ കുത്തനെയല്ല, നേരെയാണ്. അതുപോലെ നമ്മൾ ബ്ലൗസിൻ്റെ തോൾക്കുഴി മുറിക്കുമ്പോൾ ആ ഭാഗത്ത് വരുന്ന നൂലിൻ്റെ ഇഴ എങ്ങനെയാണെന്ന് നോക്കണം. തോൾക്കുഴി മുറിക്കുന്ന ഭാഗത്തെ തുണിയുടെ നൂലിഴയും കൈക്ക് മുറിച്ചെടുത്ത തുണിയുടെ നൂലിഴയും തമ്മിൽ ചേർച്ച വേണം. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, തോൾക്കുഴിയുടെ ഭാഗത്ത് വരുന്ന തുണിയുടെ നൂലിഴ മേലെയും താഴേക്ക് ചെരിഞ്ഞിട്ടാണ് വരുന്നത്, അല്ലേ? ഞാനിപ്പോൾ ഈ വരഞ്ഞതുപോലെ ചെരിഞ്ഞിട്ടാണ് അവിടെ നൂലിഴ വരുന്നത്. കൈക്ക് മുറിച്ച തുണിയുടെ നൂലിഴയാണെങ്കിൽ നേരെയാണ് വരുന്നത്. ഈ ഭാഗത്താണ് തോൾക്കുഴി മുറിക്കുന്നതെന്നുണ്ടെങ്കിൽ രണ്ട് തുണിയുടെയും നൂലിഴകൾ തമ്മിൽ നല്ല സാമ്യം ഉണ്ടാവും, ഒരേപോലെ ഉണ്ടാവും. അതേസമയം ഇപ്പുറത്തെ ഭാഗത്താണ് നമ്മൾ തോൾക്കുഴി മുറിക്കുന്നതെന്നുണ്ടെങ്കിൽ തോൾക്കുഴി മേലോട്ടേക്കാണ് വരുന്നത്, നമ്മുടെ കൈ ആണെങ്കിൽ നേരെയല്ലേ വരുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് കൈക്കുഴിക്ക് മുറിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇതായിരിക്കും പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാവുക. ഇതാണ് ഫ്രണ്ട് പീസ് മുറിക്കുമ്പോൾ നോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ കാര്യം. ഇതുപോലെ ഒരു പ്രിൻ്റ് തുണിയിൽ എങ്ങനെയാണ് കൈക്കുഴി മുറിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. പ്രിൻ്റ് തുണിയിലാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. ഇവിടെ കൈയുടെ പ്രിൻ്റ് നേരെയാണ് വരുന്നത്. ഈ ഭാഗത്താണ് കൈക്കുഴി മുറിക്കുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ ഡിഫക്റ്റ് മനസ്സിലായോ? അതായത് കൈയുടെ പ്രിൻ്റ് നേരെയും കൈക്കുഴിയുടെ പ്രിൻ്റ് ആണെങ്കിൽ താഴേന്ന് മുകളിലോട്ടാണ് വരുന്നത്. ഞാനിത് കറക്റ്റ് വെച്ചാൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും. ഇപ്പോൾ കണ്ടില്ലേ, താഴെ നിന്ന് മേലോട്ട് വന്ന് പിന്നീട് ചെരിഞ്ഞിങ്ങോട്ടേക്ക് വരുന്നു. അപ്പോൾ അത് മോശമല്ലേ, ബോറായിട്ട് തോന്നുക. അപ്പോൾ ഈ ഭാഗത്ത് കൈക്കുഴി മുറിച്ചാൽ ഭംഗി ഉണ്ടാവില്ല. ഈ ഭാഗത്ത് കൈക്കുഴി മുറിച്ചിട്ട് കൈ കൂട്ടിയടിച്ചാൽ ഇതുപോലെയായിരിക്കും ഉണ്ടാവുക. ഒരു അപക്വമായി തോന്നുന്നില്ലേ കണ്ടിട്ട്? അതായത് തുണികളിൽ വരുന്ന പ്രിൻറ്റിന് യാതൊരു മാച്ചും ഇല്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതേസമയം കൈക്കുഴി അപ്പുറത്തെ ഭാഗത്ത് വെച്ച് മുറിക്കുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവുമെന്ന് നമുക്ക് നോക്കിയാലോ. ഇവിടെ കൈക്കുഴിയുടെ പ്രിൻ്റ് വരുന്നത് മുകളിൽ നിന്നും താഴേക്കാണ്, കൈയുടെ പ്രിൻ്റ് നേരെയാണ്. അപ്പോൾ തയ്ച്ച് വരുമ്പം കൈയുടെ പ്രിൻറ്റും കൈക്കുഴിയുടെ പ്രിൻറ്റും ഒരേപോലെ ആയിട്ട് നമുക്ക് തോന്നും. അപ്പോൾ ഈ ഭാഗത്ത് കൈക്കുഴി മുറിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം കൈ തയ്ച്ച് വരുമ്പോഴേക്കും നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. കാരണം കൈക്കും കൈക്കുഴിക്കും വരുന്ന പ്രിൻ്റ് ഒരേപോലെ ഉണ്ടാവും. നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി അങ്ങോട്ട് ക്രോസ് കട്ട് ബ്ലൗസ് മുറിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു. കൈ തയ്ച്ച് കഴിഞ്ഞിട്ടുള്ള ഈ ബ്ലൗസ് നിങ്ങൾ കണ്ടു നോക്കൂ. അപ്പോൾ നിങ്ങൾക്കും വ്യക്തമായിട്ട് മനസ്സിലാകും. ഇതുപോലെ പ്രിൻ്റഡ് ആയിട്ടുള്ള ബ്ലൗസുകളാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ്. അതുപോലെ ലൈൻ പ്രിൻ്റുള്ള ബ്ലൗസുകളൊക്കെ തയ്ക്കുമ്പോഴാണ് ഇതുപോലെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യേണ്ടത്. ബ്ലൗസിൻ്റെ ഫ്രണ്ട് പീസ് മുറിക്കുന്നതിന് മുന്നേ ഇക്കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. ഈ ഒരു കാര്യം ചിലപ്പോൾ പല ആൾക്കും അറിയുന്നതായിരിക്കാം, എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. പ്രത്യേകിച്ച് ആദ്യമായിട്ട് തയ്ക്കുന്ന ആൾക്കാർക്കൊക്കെ, ആദ്യമായി ക്രോസ് കട്ട് ബ്ലൗസ് തയ്ക്കുന്നവർക്ക് ഇത് വളരെയധികം പ്രയോജനപ്പെടും. ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാം നിങ്ങൾ തയ്പ്പിക്കാൻ കൊടുക്കുകയാണെങ്കിൽ തന്നെ ടൈലർമാരെ നിങ്ങൾക്ക് ഈ കാര്യം പറഞ്ഞ് ബോധിപ്പിക്കാവുന്നതാണ്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ.